ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് ഒരു ഡിന്നർ പാർട്ടിക്കാണേ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോകുന്നത് അങ്ങോട്ടായതുകൊണ്ട് എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരി നിർമ്മല. നിർമ്മല വന്നിട്ട് നേപ്പാളിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നതും നേപ്പാൾ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ്. ഇന്ന് ഇവിടെ വച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അതൊക്കെയാണ് കേട്ടോ. അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം നിർമ്മല എനിക്കായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. ഈ ഡിഷിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നത് ചട്പട്ടെ എന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് സവാള, ടൊമാറ്റോ, കുക്കുംബർ, പിന്നെ നമ്മുടെ മല്ലിയില ഇതൊക്കെ അരിഞ്ഞ് അതിലേക്ക് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവരുടെ സ്പെഷ്യലായിട്ടുള്ള, നമുക്ക് മേഗി പോലെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു നൂഡിൽസാണ് വൈവേ എന്ന് പറയുന്നത്. അത് അവരതിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇതാണ് ആ ഐറ്റം. ഇതവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്കിത് കഴിക്കാമെന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. പക്ഷെ ഞാൻ കഴിച്ചു നോക്കി, എനിക്കത്ര ടേസ്റ്റ് ഇതായിട്ടില്ല. പക്ഷേ ഇവർ അതെല്ലാം പൊട്ടിച്ച് ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ ആഡ് ചെയ്യുന്ന എന്താണെന്നോ, നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഒരു പൊരി ഉണ്ടല്ലോ, അരിപ്പൊരി എന്ന് പറയത്തില്ലേ, ആ സാധനമാണ് കേട്ടോ ഇവർ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ശബരിമലയിലൊക്കെ പോയിട്ട് പ്രസാദമായിട്ടൊക്കെ കൊണ്ടുവരത്തില്ലേ, ആ ഐറ്റമാണ് കേട്ടോ. അത് ഇതിലെ കൂടെ മിക്സ് ചെയ്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് അവർ ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്യുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം മുളക് ചട്നിയാണ്. മുളക് ചട്നി ആണോ എന്ന് എനിക്കറിയത്തില്ല, അവരുടെ എന്തോ നമ്മുടെ അച്ചാർ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ടേസ്റ്റ് എന്താണെന്നോ, നമ്മുടെ പാനിപ്പൂരിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റാണേ. പിന്നെ ഒരു സലാഡ് കഴിക്കുന്നത് പോലെയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.